ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിക്കും. ആരാധനയ്ക്ക് ഏക യോഗ്യനായ പ്രിയ ദൈവത്തെ എല്ലാ മുഹൂർത്തത്തോടുകൂടി ആരാധിക്കുവാൻ നാം എല്ലായ്പ്പോഴും കടപ്പെട്ടവരാണ്. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ ദൈവം നമ്മെ യോഗ്യരായി. എല്ലാത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ ആരാധിക്കാനുള്ള യോഗ്യത ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഉപായിയായിരുന്ന യാക്കോബ് യേശാവിൻ്റെ ആ വസ്ത്രമെല്ലാം ധരിച്ച് കൈകളും കഴുത്തുമൊക്കെ ആട്ടിൻ രോമം കൊണ്ട് പൊതിഞ്ഞു നിന്നപ്പോൾ യേശാവ് ആ വസ്ത്രത്തിൻ്റെ സൗരഭ്യവാസന ഇസ്ഹാക്ക് അപ്പൻ ആ വസ്ത്രത്തിന്റെ സൗരഭ്യം മണത്ത് ഈ ഉപായിയായ യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തന്റെ പുത്രന്റെ രക്തത്തിലൂടെ പാപികളായ നമ്മളെ കാണുന്നതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാരായിട്ട് ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളൊരു യോഗ്യതയുള്ളതുകൊണ്ടല്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മെ നോക്കുമ്പോൾ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും, നമ്മുടെ ആരാധന സ്വീകരിക്കാൻ കഴിയും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. ഒരു വാക്യം വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 1 പത്രോസ് 1:12 വാക്യം. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മരക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. രക്ഷപ്പെടാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ക്രൂശിൽ 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരു കള്ളന് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഗ്രഹിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. റോമാലേഖനം 3-ാം വായിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല. അവൻ ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കുവാൻ മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു പാപിയുടെ ഹൃദയത്തിൽ അത് ഗ്രഹിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരെയും ദൈവം അത് ഗ്രഹിപ്പിച്ചതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് പറഞ്ഞത്, പിതാവേ നീ ജ്ഞാനികൾക്കും മഹാന്മാർക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഇവിടെ അനേക മഹാന്മാരുണ്ടായിരുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ദൈവം നമ്മെ ഈ സുവിശേഷം ഗ്രഹിപ്പിച്ചു. ഈ രക്ഷാപദ്ധതിയിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചാൽ എവിടെയും ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാർ ആർക്കുകയും ചെയ്തപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. സൃഷ്ടിയിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം. പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. ആ ദൂതൻ വഴികളൊക്കെ തെളിച്ച് നിങ്ങളെ ഈ ശത്രു ജാതികളെല്ലാം നശിപ്പിച്ച് നിങ്ങളെ കനാൻ ദേശത്ത് കൊണ്ടുപോയി എത്തിക്കും. പിന്നീട് പുതിയ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ദൂതൻ വന്ന് പറയുകയാണ്, ഇങ്ങനൊരു മറിയേ, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഒരു വിശുദ്ധ പ്രജ ഉണ്ടാകും. യേശുക്രിസ്തു അവന്റെ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പിശാച് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, പിശാചിന്റെ പരീക്ഷ കഴിയുമ്പോൾ ദൈവദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. പിന്നീട് അല്പം മുന്നോട്ട് പോകുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാണവേദനയിലാകുമ്പോൾ ദൈവദൂതന്റെ സാന്നിധ്യം യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്നു. എന്നാൽ രക്ഷാപദ്ധതിയിൽ കാൽവറിയിലെ ക്രൂശിൽ തന്റെ പുത്രനെ മരണത്തിലേക്ക് ഏൽപ്പിക്കുന്ന സാഹചര്യത്തിൽ ദൈവദൂതന്മാരെ അവിടെ ഇടപെടുവാൻ അനുവദിക്കാതെ ദൈവം മാറ്റി നിർത്തുന്ന ഒരു രംഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ രക്ഷാപദ്ധതിയിൽ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നത്? അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു വസ്തുതയാണ് യേശുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത്.
തങ്ങളുടെ സൃഷ്ടാവായ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറെ മനുഷ്യർ കൂടി അടിക്കുന്നു. കുറെ മനുഷ്യർ യേശുവിനെ കുരിശു ചുമപ്പിക്കുന്നു. യേശുവിനെ അടിമുടി മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അശൂർ പാളയത്തിൽ ഒരു രാത്രി കൊണ്ട് ഒരു ദൂതനാണ് 1,50,000 പേരെ കൊന്നു കളഞ്ഞത്. കർത്താവ് പറഞ്ഞു, എന്റെ അരികെ നിൽക്കുവാൻ ലക്യോനിലധികം ദൂതന്മാരെ നിർത്തുവാൻ എനിക്ക് പ്രയാസമില്ല. ലക്യോൻ എന്ന് പറയുന്നത് 3,000 6,000 വരെ വരാം. അങ്ങനെയാണെങ്കിൽ 72,000 ദൂതന്മാരെ അരികെ നിർത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്നാൽ ഈ ദൂതന്മാർ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ആജ്ഞയ്ക്ക് കാത്തു നിന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ, യേശുക്രിസ്തു ഒരു വാക്ക് ഒഴിഞ്ഞാൽ റോമൻ പടയാളികളും ഉണ്ടാകുകയില്ല, ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുകയില്ല, വേണ്ടി വന്നാൽ ഈ ഭൂമി തന്നെ ഉണ്ടാകുകയില്ല. ദൂതന്മാർ അത്ര ശക്തിയുള്ളവരാണ്. നാം അനർത്ഥ ദൂതന്മാരുടെ ഗണമെന്ന് വായിക്കുന്നുണ്ട്. ഒരു ദൂതൻ 1,50,000 കൊന്നെങ്കിൽ 72,000 ദൂതന്മാർ ഇറങ്ങി വന്നാൽ ഭൂമി തന്നെ ഉണ്ടാകില്ല. എന്നാൽ പാപികളായ നമ്മെ രക്ഷിച്ച് നമ്മൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ആ പദ്ധതിയിൽ കർത്താവായ യേശുക്രിസ്തു മൗനമായി നമ്മുടെ പാപത്തിന് ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് മിണ്ടാതെ ആ ക്രൂശിൻ ചുമന്ന് ഗോൽഗോത്ത മലമുകൾ കയറി അവിടെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ആ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയിൽ ദൈവം ഇത്ര പ്രത്യേകമായി പരിഗണിച്ച, ഇത്ര പ്രത്യേകമായി ഇഷ്ടപ്പെട്ട, ഈ തെരഞ്ഞെടുത്ത ഈ മണവാട്ടി, ആ മണവാട്ടിയുടെ പ്രത്യേകത എന്തായിരിക്കാം എന്നുള്ള കൗതുകത്തോടുകൂടി ദൂതന്മാർ ഇതിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശലോമോൻ പറയുന്നത്, ശലോമോന്റെ നമ്മൾ ഉത്തരത്തിൽ വായിക്കുന്ന പോലെ, ശൂനേക്കാരത്തി കറുത്തവളാണ്, അവൾക്ക് അഴകൊന്നുമില്ല, ലോകപ്രകാരം യാതൊരു യോഗ്യതയുമില്ല, പക്ഷെ അവൾ ആ ദൈവസഭയുടെ ഒരു മനോഹരമായ ചിത്രമാണ്. യാതൊരു അഴകുമില്ല, യാതൊരു ഭംഗിയുമില്ല, കേവലം പാപികൾ, ലോകപ്രകാരവും വലിയ അറിവും പിടിക്കുമില്ലാത്ത ആളുകൾ, സാധാരണക്കാർ. അവർ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മണവാട്ടി സഭയുടെ അംഗമായി തീർന്നു. അതിനുവേണ്ടി ദൈവം തന്റെ പുത്രനെ ക്രൂശിനോളം മരണത്തോളം, ക്രൂശിത മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള ഈ വലിയ മർമ്മം അത് മനസ്സിലാക്കാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. സൈമൺ സാർ ഇങ്ങനെ പാടി, ആ മണവറയ്ക്കടുത്ത് നീ അണയും സമയത്ത് ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനീകണം അമിത കുതുകമോട് ആദരാൽ അരികെ വരും. അവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൽ നിത്യസ്നേഹ ഭവനത്തിനുള്ളിൽ പോകുവാൻ. സ്വർഗ കാമിനീകണമെന്ന് അവിടെ നിർദ്ദേശിക്കുന്നത് അതൊരു ഭാവനാത്മകമായ ചിന്തയാണ്. ദൈവദൂതന്മാരാണ്. ദൈവദൂതന്മാർ വളരെ കൗതുകത്തോടുകൂടിയാണ് ഈ മണവാട്ടിയെ കാണുവാൻ വേണ്ടി സാമൂഹ്യം വീക്ഷിക്കുന്നത്. ദൈവം ഒരിക്കലും അതേവരെ ചെയ്യാത്ത തന്റെ ഏകജാതനായ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത് പുത്രന്റെ മരണത്തിലൂടെ, അതിക്രൂരമായ ക്രൂശുമരണത്തിലൂടെ തന്റെ പുത്രനെ കൊന്ന് സമ്പാദിച്ച ഈ ദൈവസഭയാകുന്ന മണവാട്ടിയെ കാണുവാൻ സ്വർഗത്തിലെ ദൂത സഞ്ചയങ്ങൾ വളരെ കൗതുകത്തോടുകൂടി അടുത്തു വരുമ്പോൾ യേശുക്രിസ്തു അവളുടെ കൈപിടിച്ച് സ്നേഹഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. എന്നാൽ പാപം ചെയ്ത മനുഷ്യരെ ദൈവം ആദരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് സ്വർഗത്തിലെ ഓമനകുമാരനായ യേശുക്രിസ്തുവിന്റെ പ്രാണനാണ്, ചോരയാണ്. എന്തോ രണ്ട് തപ്പന എന്നുള്ള പാട്ടിൽ ഇപ്രകാരം ആദിവാസൻ പാടുന്നുണ്ട്: കൺമണിയാം നിൻ മകൻ പൂങ്കാവിങ്കൽ മണ്ണിൽ വീണ് ഇരന്നതും, പൊന്നിൻ തിരുമേനി തന്നിൽ നിന്ന് ചോര മണ്ണിൽ വീണതും നിൻ കണ്ണെങ്ങനെ കണ്ടു, എന്തോരൻപിതപ്പനെ ഈ പാവിയിൽ കൊണ്ടോരൻപ് പറയേണ്ടത് എങ്ങനെ. ഈ ചണ്ടാള ദ്രോഹിയിൽ, ഈ പാവിയിൽ, ഒരു യോഗ്യതയുമില്ലാത്ത ഈ മനുഷ്യനിൽ ദൈവം കണ്ട ആ എന്തോരൻപാണ് ദൈവം കൊണ്ടത്. തന്റെ പുത്രന്റെ ചോര ഈ മണ്ണിൽ വിടുന്നത് എങ്ങനെ കണ്ടു നിൽക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ആ പാട്ടുകാരൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത്ര വലിയ വില നൽകിയാണ് ദൈവം നമ്മെ തന്റെ മക്കളാക്കിയത്. അതൊരു ചെറിയ കാര്യമല്ല. കോടാനുകോടി ജനങ്ങൾ ഇത് ഗ്രഹിക്കാതെ നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ ഗ്രഹിപ്പിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ കുന്നപ്പള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു വൈദ്യുതി പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവദാസന്മാർ കാൽനടയായി കണ്ണീര് കുടിച്ച് അവര് നമ്മളെ മുൻപിൽ ചിന്തിച്ചതുപോലെ അരപ്പട്ടികയുമായി
അവരെ പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ച് സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ ഇടയായതുകൊണ്ട് ദൈവമക്കളായി തീരാൻ ഭാഗ്യമുണ്ടായി. ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ആ പദ്ധതി ദൈവം എളിയവനെ എന്നെ ഉൾപ്പെടുത്തി, നമ്മെ ഉൾപ്പെടുത്തി. എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയും? ഇന്ന് നാം കൂടി വരുമ്പോൾ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിക്കും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ സ്നേഹത്തിനുമായി നമ്മെ വിലയപ്പെടുത്താം. ദൈവനാമം